തൃശ്ശൂരിലെ എരുമത്തോണി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രത്തിന് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാർത്ഥിച്ച എന്ത് കാര്യങ്ങളും ദേവി നമുക്ക് നടത്തി തരും. അതാണ് ദേവിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളോ ഇനി സാമ്പത്തിക പ്രശ്നം, നമ്മുടെ സന്താന പ്രശ്നങ്ങൾ എല്ലാം ദേവിയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ ഒരു കളമ്പാട്ടാണ്. അപ്പോൾ ഈ കളമ്പാട്ട് പലരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഈ കുട്ടിയമ്പലത്തെ കളമ്പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് നേരെ വീടേക്ക് പോകാം. എഴുന്നള്ളിപ്പെട്ടവർ പോയാകെ പോലും ദൈവമായി കേട്ട് പോകുന്ന പ്രീതിപ്പെട്ടവളെ ആടി എഴുന്നള്ളിയവർ പോയാകെ പോലും അമ്പിയാണി മൂല മാതാവേ ലോകമാതാവേ പിതാവേ ആറിലും വഴികളെ അരുമണികളെ ആനന്ദ സുന്ദരിയാരോ മലനുടെ കളിക്കുറുപ്പുകാവിലമ്മേ പോലും മൂലതായേ ശക്തിമൃത്യങ്ങൾ തോന്നിനായ പോലും ചണ്ണിക ദേവി ശങ്കരൻ മുളയ കാര്യം നിമിത്തമായി കൊടിമുഖൻ ഭദ്രകാളി ഭഗവാന്റെ മൂന്നാം നേത്രത്തിങ്കൽ നിന്ന് ഉജ്ജലിച്ച് അവതാരമായി തോന്നി കേട്ട് നല്ലൊരു പോയാകെ പോലും മറുപടി കളിക്കുറുപ്പുകാവിലമ്മയെ പോലും മൂലനായ കേളാവിനായ പോലും എന്നമ്മേ നെഞ്ചരിതം വേള. നമസ്കാരം. കളമെഴുത്ത് പാട്ടിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു 2 വാക്ക് അതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. കളമെഴുത്തുപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളുവനാടൻ ക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നടന്നു വരുന്നത്. പണ്ടൊക്കെ ഇത് മണ്ഡലകാലം ആയിട്ട് ചുറ്റപ്പെട്ടിട്ട് മാത്രമായിട്ടായിരുന്നു ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അത് കാലഭേദമന്യേ എല്ലാ അമ്പലങ്ങളിലും വിശേഷിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ ആണിത് എല്ലാ സമയത്തും നടത്തി വരാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഇത് 40 ദിവസം, 60 ദിവസം, 100 ദിവസം, 120 ദിവസം വരെ കളമെഴുത്തുപാട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുന്നത് 8 കൈയോട് കൂടിയിട്ടുള്ള ഭദ്രകാളിയുടെ രൂപമാണ് വരയ്ക്കുന്നത്. അതിൽ ഭദ്രകാളി ദാരികനെ കൊന്ന് ആ കോപത്തോടുകൂടി വരുന്ന രൂപമാണ് നമ്മൾ കളമെഴുത്തുപാട്ടിൽ വരയ്ക്കാറുള്ളത്. അപ്പോൾ ഈ കളമെഴുത്തുപാട്ട് നടത്തുന്നതിന് ഭക്തർക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിലൊരു ദേവനെ പ്രതിഷ്ഠിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ കിട്ടുന്ന പുണ്യം നമുക്ക് ഒരു ദിവസത്തെ കളമെഴുത്തുപാട്ട് നടത്തിയാൽ നമുക്ക് ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ഇത്
നേരുന്ന ഭക്തന് ഈ വലിയൊരു പുണ്യമാണ് ഒരു ദിവസത്തെ കളമെഴുത്ത് പാട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം. അതുപോലെ തന്നെ കാര്യതടസ്സം മാറിക്കിട്ടാനും പിന്നെ സന്താന ലബ്ധി, പിന്നെ എന്താ പറയുക, വിജയം കൈവരിക്കാൻ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ എന്നീ വഴിപാടുകൾക്ക് ഇല്ലെങ്കിൽ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളമെഴുത്തുപാട്ട് നടത്തി വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഭദ്രകാളിയുടെ കളമെഴുത്ത് കൂടാതെ തന്നെ വേട്ടയ്ക്കൊരു മകൻ, അയ്യപ്പൻ എന്നീ മൂർത്തികൾക്ക് ഇല്ലെങ്കിൽ എന്നീ ദേവതകൾക്കും പല സ്ഥലങ്ങളിലായിട്ട് കളമെഴുത്തുപാട്ട് നടത്തി വരാറുണ്ട്. അപ്പോൾ ഈ കളമെഴുത്തുപാട്ടിൽ നമ്മൾ പുരാതനമായ രീതിയിലുള്ള 3 ഡയമെൻഷൻ ചിത്രമാണ് വരയ്ക്കുന്നത്. അതിൽ പഞ്ചവർണ്ണ പൊടികളാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 5 തരത്തിലുള്ള പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുക. അത് പച്ച, മഞ്ഞ, കറുപ്പ്, വെളുപ്പ്, ചുമപ്പ് എന്നീ 5 തരത്തിലുള്ള വർണ്ണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ 5ഉം പ്രകൃതിദത്തമായ പൊടികളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. കറുപ്പിനെ നമ്മൾ ഉമിക്കരിയാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം, ഉമിക്കരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. അതുപോലെ തന്നെ പച്ചപ്പൊടിക്ക് മഞ്ചാടിയോ ഇല്ലെങ്കിൽ വാകയോ ഉണക്കി പൊടിച്ചിട്ടാണ് പച്ചപ്പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊടി എന്നത് അരിപ്പൊടിയാണ്, അത് നമുക്കറിയാം, അരി പൊടിക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടിയാണ് ഒന്ന്, അത് മഞ്ഞൾ പൊടിച്ച്. പിന്നെ അതുപോലെ തന്നെ ചുവന്ന പൊടി ഉണ്ടാക്കുന്നത് മഞ്ഞപ്പൊടിയിൽ അല്പം ചുണ്ണാമ്പ് ചേർത്ത്, നമ്മൾ ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് കഴിഞ്ഞാൽ ചുവന്ന നിറം ലഭിക്കും. അങ്ങനെയാണ് ചുവന്ന പൊടി ഉണ്ടാക്കുന്നത്. അങ്ങനെ 5 തരത്തിലുള്ള പൊടികൾ കൊണ്ടാണ് നമ്മൾ, അത് പ്രകൃതിദത്തമായ പൊടികളാണ്, അല്ലാതെ മറ്റ് കെമിക്കൽസ് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പ്രകൃതിയോട് അടുത്ത് ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രൂപമാണ് കളമെഴുത്തുപാട്ട്. ഇതിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 പ്രക്രിയകൾ ഇതിൽ നടക്കുന്നുണ്ട്. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തി കളം വരയ്ക്കാൻ തുടങ്ങുന്നതാണ് സൃഷ്ടി. അപ്പോൾ ഭഗവതിയുടെ രൂപം വരയ്ക്കുന്നത് സൃഷ്ടി. സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളം വരയ്ക്കൽ കഴിഞ്ഞാൽ പൂജാരി കളത്തിൽ പൂജിച്ച് അതിനെ ജീവസ് വരുത്തുന്ന പ്രക്രിയയാണ് സ്ഥിതി. പിന്നെ സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുറുപ്പ് കളം മായ്ച്ചിട്ടാണ് ഇത് സമാപിക്കുന്നത്. ആ മായ്ച്ച കളപ്പൊടിയാണ് ഇതിൻ്റെ പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകി വരുന്നത്. ഈ പൊടി ഭക്തർ അവരുടെ ഭവനങ്ങളിൽ ശുദ്ധമായിടത്ത് 1 വർഷം വരെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതാണ് കളമെഴുത്തുപാട്ടിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പൂജകളെ കൊണ്ടുകൊണ്ടാടി തൊലി സ്തുതിച്ച് അലങ്കരിച്ച് വിളിക്കുന്നേൻ പോലും മാലോമലനുടെ പള്ളിക്കുറപ്പക്കാവിലമ്മ നിന്ത്രുവടി എഴുന്നള്ളിവിടെ മംഗളം വരിക വരിക പോലും ദൈവമേ.
ओम शतमानं भवति शतायुष्य पुरुषे वेन्द्रे प्रतिष्ठितैवच्यसमायुष्यमारोग्यमामि दाशोपमानमयते धनं संवत्सरं श्री महाभद्रकाली देवता समर्पितवरं पाठ पूजा पूर्ण फल सिद्ध्यर्थे उद्योग क्षेत्र उन्नत स्थान प्राप्त्यर्थं धर्म कांते दीर्घ मंगल्य प्राप्त्यर्थं पुत्र पौत्रादि धन धान्यादि विद्या क्षेत्र उन्नत स्थान प्राप्त्यर्थे मन संकल्पित कार्य सिद्ध्यर्थे समर्पित पूजा पूर्ण फल सिद्धिरस्तु मंगलानि ओम शतमानं भवति शतायुष्य पुरुषे समर्पित
പുറമണി മാല മാറിലണിഞ്ഞു സകണങ്ങളോടും തുടുതൊട്ടെ നല്ല ചെങ്കുരുതീവുന്ന കുട്ടിച്ചാടും അമ്മ കളികളിലാണ്ടകാവു പുകനവൾ തൊക്കുകാവിൽ വാഴും കടലിനകത്തുകാത്തരുളണം തികെ മൂലതായേ ഭൂതങ്ങളോട്ടും കൊടിയാടി കളിപ്പവൾ മാരാരി തിരുവണ്ണിലൂടെ പിറന്നവൾ മഹാദേവനുള്ള എന്റെ മലപ്പിൽ ചെന്നുറപ്പവൾ തായികൻ കൂടൽ മല മാറി നടിഞ്ഞവൾ സാഹിച്ചങ്ങുരുതി കൂടി കുടിപ്പവൾ നടക്കൈ പാരി വലിച്ചെരിക്കും പള്ളി കൊടുക്കുക പിള്ളോ പീടങ്ങ് പൈരവി ശേഷിച്ച് മക്കൾ തമ്മിൽ രാവിലെ സഹായിക്ക് സന്തോഷമായി. ആർക്ക്